പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈറ്റിൻ്റെ കളക്ഷൻസാണ്. ഇത് ജോർജറ്റ് സാരിയാണ്. അപ്പം ഇതിൻ്റെ മുൻപ് ഞാൻ ഇതേപോലത്തെ ഒരു സാരി ഉടുത്തിരുന്നു. പക്ഷേ അതിലുള്ള ഈ ക്രോഷ്യോ സ്റ്റിച്ച് ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇത് ഒതുങ്ങിക്കിടക്കുന്ന ജോർജറ്റ് മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് വൈറ്റ് സാരീസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഇത് മറ്റൊരു ഡിസൈനാണ്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. സൈഡിൽ ക്രോസ് സ്റ്റിച്ചാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ക്രോസ് സ്റ്റിച്ചുകൾ വരുന്നത്. പല്ലുവിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ബോഡി പാർട്ട് ഒതുങ്ങിക്കിടക്കുന്ന ഒരു മെറ്റീരിയലില്ല. ഈ സൈഡിലുള്ള ഡിസൈൻ ഇവിടം വരെ വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെ. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1525 ആണ്. 1095 വന്നിരിക്കുന്ന ഒരു ജോർജറ്റ് സാരി ഇത്. ഇങ്ങനെയാണ് ഇതിന് പല്ലു പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെയായി ഈ ബോർഡർ, ഇങ്ങനെയുള്ള ബോർഡർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മൾട്ടിപർപ്പസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സാരി കൂടിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ബോഡി പാർട്ടിലും ഒരു അക്കോബ ഡിസൈൻ പോലെ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇങ്ങനെ വരുന്നു. ഇതിൽ എല്ലാം സെയിം, പക്ഷേ ഡിസൈനിൽ മാത്രം മാറ്റമുള്ള രണ്ട് സാരികളും കൂടിയുണ്ട്. റേറ്റ് വരുന്നത് 1095. ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ. കാരണം ചെറിയ മാറ്റങ്ങളുള്ളൂ, എങ്കിലും നമുക്കൊരു ഡൗട്ട് വരരുതല്ലോ എന്ന് ഓർത്തുകൊണ്ടാട്ടോ ഞാൻ കാണിക്കുന്നത്. ജോർജറ്റ് മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. റേറ്റ് വരുന്നത് 1095. ഇത് അതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഇതും ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഡോട്ട്സ് സ്വല്പം കൂടെ വലിപ്പത്തിൽ ഇങ്ങനെയുള്ള പോൾക്ക ഡോട്ട്സാണ് ഫുള്ളായിട്ടും വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഈ ബോർഡർ ഇങ്ങനെ വരുന്നു. ഈ പല്ലുവിലും ഇങ്ങനെയാണ് ഈ ബോർഡർ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇങ്ങനെയാണ് ഫുള്ള് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1120 ഈ കാണിച്ചിരിക്കുന്ന സെയിം തന്നെ സാരി. ഇത് തന്നെ സാരി. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ബോർഡറിൽ മാത്രമായിട്ടോ മാറ്റമുള്ളൂ. ഇത് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും ഈ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ബോർഡർ തന്നെ വരുന്നുണ്ട്. റേറ്റ് 1120. 1265 വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നു. പ്യുവർ വൈറ്റാണ് സാരി. ബോർഡർ ഇങ്ങനെയും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ട് ഇതേ ഡിസൈനിലാണ്, ജോർജറ്റ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ രണ്ട് സൈഡ് ഈ ബോർഡർ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ സൈഡിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. അതുപോലെ തന്നെ ഇതേ സാരിയുടെ തന്നെ ഡിസൈനിൽ മാത്രം മാറ്റം. ഇതാണ് അതിലൊരു ഡിസൈൻ. ബാക്കിയെല്ലാം സെയിം തന്നെ. ഡിസൈനിൽ മാത്രം മാറ്റം വരുന്നു. ഇത് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നു. പിന്നെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇത് പല്ലു വരുന്നു. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ ഇതിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഫസ്റ്റ് ഡിസൈൻ. ഇതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. റേറ്റ് 1265. പ്യുവർ വൈറ്റിൽ ചന്ദേരി കോട്ടൺ ലൈ മെറ്റീരിയൽ വന്നേക്കണേ. ഇതിന് വരുന്ന പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൽ ബീഡ്സ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1965. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഓൾ ഓവർ വരിക. അതുപോലെ ഈ ബോർഡറിൽ ഈ ഡിസൈൻ ബോഡി പാർട്ടിൻ്റെ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ സൈഡിൽ എല്ലാത്തിൻ്റെയും പോലെ തന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ. പിന്നെ ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഈ ഡിസൈൻ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. സോഫ്റ്റായിട്ടുള്ള ചന്തേരി സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതും ചന്തേരിയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ
പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതേലും ബീഡ്സ് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. പക്ഷേ റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. 1625 ആണ്. ഇങ്ങനെയാണ് ഇതിലുള്ള ഡിസൈൻ വരിക. ബീഡ്സ് വർക്കുണ്ട്, എംബ്രോയ്ഡറി വർക്കുണ്ട്, വിത്ത് ബ്ലൗസുമാണ്. ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരിക. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ ഇതിൽ ചെറിയൊരു പൈപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരിക. ഓൾ ഓവർ ഈ എംബ്രോയ്ഡറി വർക്കും ബീഡ്സ് വർക്കും വരുന്നുണ്ട്. ഇതാണ് ഹാഫായിട്ടും ഇതിൽ വരുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ. സോഫ്റ്റായിട്ട് വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. റേറ്റ് വരുന്നത് 1625. ഇത് സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്ന പ്യുവർ വൈറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട്. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ബീഡ്സ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വരുന്നത്. 2235 ഈ സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഈ ഡിസൈൻ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ ഇങ്ങനെയുള്ള ആഘോഷ അവസരങ്ങൾക്കെല്ലാം അതുപോലെ വൈറ്റ് ഒത്തിരി എൻക്വയറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഇതുപോലെ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഒരു സെമി ടെസറിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ഇതിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക്, സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഇതിൽ വന്നിരിക്കുന്ന. സൈഡ് ഇങ്ങനെയും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ ഡിസൈൻ ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെ തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഓൾ ഓവർ വരുന്നത്. സെയിം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയലിൽ തന്നെ 945 ഈ സാരി വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആ ഡിസൈനിലുള്ള മാറ്റം. എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാണ് സെൽഫായിട്ട് ചെറിയ നല്ല ഭംഗിയുള്ള ചെറിയ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ സാരിക്കുള്ള പ്രത്യേകത. വിത്ത് ബ്ലൗസുമാണ്. സൈഡ് ചെറിയൊരു പൈപ്പിംഗ് ഇങ്ങനെ വരുന്നത്. നല്ല പെർഫെക്ഷനോടെ വന്നിരിക്കുന്ന ഒരു പൈപ്പിങ്ങുമാണ്. ഇത് ടെസറിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. ഇങ്ങനെയാണ് ഇതെല്ലാം ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. റേറ്റ് വരുന്നത് 2385 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഡിസൈൻ വരുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു വിത്ത് ബ്ലൗസ്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് പ്യുവർ വൈറ്റിൽ ടെസറിൽ വന്നിരിക്കുന്നത്. ഇതും ടെസറിൽ തന്നെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2385 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഡിസൈൻ വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ഒതുങ്ങിക്കിടക്കുന്നതാണ്. ഒട്ടിക്കിടക്കുന്ന മെറ്റീരിയലും എല്ലാം ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഇത് പ്യുവർ വൈറ്റിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. കോട്ടൺ മെറ്റീരിയലാട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1355 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെ കിടക്കുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇതും കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ വരിക. 1075 ഈ സാരി വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു. ഇങ്ങനെ ഇതിൻ്റെ ബോർഡർ വരുന്നു. ഓൾ ഓവർ ഈ ഡിസൈൻ വരുന്നുണ്ട്. ബോഡി പാർട്ടും അങ്ങനെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ബോർഡർ അതുപോലെ ഓൾ ഓവർ ഡിസൈൻ. ഇതൊരു ചന്തേരിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ കണ്ടോ ഈ ഡിസൈൻ ഇങ്ങനെ തന്നെ. പല്ലു ഇങ്ങനെ വരുന്നു. ബോഡി പാർട്ട് ഫുള്ളായിട്ടും സെൽഫായിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. ബോഡി പാർട്ട് ഓൾ ഓവർ വരുന്നുണ്ട്. 1795 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം തന്നെ. ഹാഫായിട്ട് ആ ഡിസൈൻ, ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. ഈ ബോഡി പാർട്ടിൽ ഓൾ ഓവർ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതും പ്യുവർ വൈറ്റിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഓൾ ഓവർ ഇതാണ് ഇതിൻ്റെ പല്ലു.
ഇങ്ങനെയാണ് വരുന്നത്. ബ്രാസോ ഒരു ഡിസൈനായിട്ടാണ് വരിക. ഇത് പ്യുവർ വൈറ്റ് തന്നെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 985 ആണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ടും വരിക. വിത്ത് ബ്ലൗസാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. പ്യുവർ വൈറ്റിൽ സ്കൈ ബ്ലൂ ബോർഡറായിട്ടാണ് വരിക. ഇതിൽ ഇങ്ങനെയാണ് ഇതിൽ ഓൾ ഓവർ ആ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ ഈ ബ്ലൂ പൈപ്പിങ്ങും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1195 ആണ്. ഇങ്ങനെയാണ് ഈ ഭാഗത്തേക്കും ഡിസൈൻ വരിക. ഇത് ചന്തേരി കോട്ടണിൽ വരുന്ന ഒരു സാരി കേട്ടോ. ഇത് ഞാൻ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്. 559 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിസൈനിൽ മാത്രം മാറ്റമുള്ളൂ. ഇപ്പോൾ ഞാൻ വൈറ്റിൻ്റെ കുറേ കളക്ഷൻസ് കാണിച്ചു. അപ്പോൾ അതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.